നമുക്ക് നോക്കാം. അതായത് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് യു ഓഫ് എക്സ് വൈ. അത് റിയൽ പാർട്ടാണ് പറയുന്നത്, അത് അനലിറ്റിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതർ പാർട്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഫംഗ്ഷൻ അനലിറ്റിക്കൽ ആണെങ്കിൽ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, അത് കോച്ചി റൈമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താ കോച്ചി റൈമാൻ കണ്ടീഷൻ? ഡോ യു വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി വിത്ത് റെസ്പെക്ട് ടു ഡോ വൈ. അത് ഫസ്റ്റ് കണ്ടീഷൻ. അടുത്തത് എന്താ? ഡോ വി വിത്ത് റെസ്പെക്ട് ടു ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ വി വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് നമ്മൾ ചെയ്യണം. അത് നമുക്കറിയണ അവനെ നമുക്ക് ആദ്യം തന്നെ എഴുതാം. അതായത് എന്തായിരിക്കും? യു ഓഫ് എക്സ് വൈ ആണ് നമുക്ക് അറിയണത്. അതായത് യു ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇവനെയാണ് നമുക്ക് അറിയുന്നത് അല്ലേ? അവനെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താ? ഡോ യു വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി വിത്ത് റെസ്പെക്ട് ടു ഡോ വൈ ആണ്. അപ്പോൾ ഇവനെ നമ്മൾ എന്ത് വെച്ച് ചെയ്യണം? ആദ്യം തന്നെ എക്സ് വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വേഗം അവനെ എഴുതാം. ചെയ്യുമ്പോൾ എന്താ കിട്ടാം? 1 + 1 ഡിവൈഡഡ് ബൈ 2 2x - 0 എന്ന് കിട്ടും. അതായത് 1 + x നമുക്ക് കിട്ടി. 1 + x എന്തിനോട് ഈക്വലാണ്? ഇവനോട് ഈക്വലാണ്. ഡോ വി ബൈ ഡോ വൈനോട് ഈക്വലാണ്. നമ്മളിതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡോ വി ഈസ് ഈക്വൽ ടു 1 + x ഡോ വൈ എന്ന് കിട്ടും. അപ്പോൾ നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 1 + x y എന്നായിരിക്കും അല്ലേ? ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവൻ ഒറ്റയടിക്ക് കോൺസ്റ്റൻ്റ് പോലെ ആയിരിക്കില്ലേ? കാരണം ഇതിൽ വൈയുടെ ടേമേ ഇല്ല. അപ്പോൾ നമുക്ക് ഇവനെ കിട്ടി. ഇനി നമുക്ക് എന്താ അടുത്ത കണ്ടീഷന്? ഡോ യു വിത്ത് റെസ്പെക്ട് ടു ഡോ വൈ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഡോ വി വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് എന്നാണ്. അതായത് നമ്മുടെ യുവിനെ നമ്മൾ എന്ത് വെച്ചിട്ട് ഇനി ചെയ്യണം? യുവിനെ ചെയ്യേണ്ടത് യുവിനെ ഇനി വൈ വെച്ച് ചെയ്യണം. അപ്പോൾ എന്താ? നമുക്ക് വൈ വെച്ചിട്ട് ഒറ്റയടിക്ക് ചെയ്തോടെ? എക്സ് അല്ല, എക്സ് 0 ആയിരിക്കും. 1 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ നമുക്ക് കിട്ടി. എന്തായിരിക്കും? നെഗറ്റീവ് വൈ ഈസ് ഈക്വൽ നെഗറ്റീവ് ഓഫ് അല്ലേ? നമ്മളിങ്ങനെ മാറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടി, ഇവിടെയും കിട്ടി. ഇവന്മാർ നമ്മൾ എന്ത് ചെയ്തു? ഈക്വേറ്റ് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ 3നെ ഇക്വേഷൻ 4നെ നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. എന്താ? y + xy ഈസ് ഈക്വൽ y + xy പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു yx + fy. ഇനി നമ്മൾ എഫ് ഓഫ് എക്സിന് 0 ഇട്ട് കൊടുത്തു. എക്സിന് നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഇവനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അത് നമ്മൾ എഫ് ഓഫ് എക്സിന് 0 ഇട്ട് കൊടുത്തു, എക്സിനും 0 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതായത് നമ്മുടെ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ ആണെന്ന് കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ 4ൽ കൊണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവനെ നമുക്ക് കിട്ടി. എങ്ങനെ? അനലിറ്റിക്കൽ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട്. അനലിറ്റിക്കൽ ആണെങ്കിൽ കോച്ചി റൈമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അത് എന്തുവാണ്? ഡോ യു വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വിത്ത് റെസ്പെക്ട് ടു ഡോ വൈ. അതുപോലെ തന്നെ ഡോ യു വിത്ത് റെസ്പെക്ട് ടു ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ വി വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ്.